അതുകൊണ്ട് കൈകൊണ്ട് താളം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ കൈകൊണ്ട് താളം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കാലുകൊണ്ട് പതുക്കെ താളം പിടിക്കാൻ തുടങ്ങി. താളം പിടിക്കൽ മാത്രമല്ല, പതുക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ആസ്വദിക്കുകയാണ്. ഒരു സംഗീതജ്ഞൻ ആ സംഗീതം അദ്ദേഹത്തിന് ആസ്വദിക്കാൻ പറ്റിയാലേ കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ല കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പതുക്കെ ആ കാലും കൊണ്ട് താളം പിടിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങിയത്രേ. അതാണ് ഉത്സർപ്പ കൗസ്തുഭ ശ്രീതതിരുണിതം കോമളം കണ്ഠദേശം. കൗസ്തുഭരത്നം കഴുത്തിലുണ്ട്. അത് ചുവന്ന രത്നമാണ്. നീല കഴുത്തിൽ ആ ചുവന്ന രത്നത്തിൻ്റെ ചുവന്ന പ്രകാശം അടിച്ചിട്ടുണ്ട്. അപ്പം നീല കഴുത്തിൽ ചുവന്ന ഒരു ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ വക്ഷ ശ്രീവത്സരമ്യം, വക്ഷത്തിൽ ശ്രീവത്സമുണ്ട്. പിന്നെ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തായി, ആ മാലകളൊക്കെ ഇങ്ങനെ ആടാൻ തുടങ്ങി. ആ മാലകൾ ഏറ്റവും വലിയ മാല ഏതാ? വനമാല. വക്ഷ, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണി കാണാതെ ശരിക്ക്, വക്ഷ ശ്രീവത്സരമ്യം തരളതരസബോദ്ധീപ്ര ആരപ്രധാനം നാനാവർണ്ണ പ്രസൂനാവലി കിസലയനി. പല നിറത്തിലുള്ളതായ പുഷ്പങ്ങളും തളിരിലകളും ചേർത്ത പ്രകൃതിയുടെ സമ്മാനമായിരിക്കുന്നതായ ആ വനമാല നാനാവർണ്ണ പ്രസൂനാവലി കിസലയനിം വന്യമാലം വിലോല ലോലംബാം. ലംബമാന പൂക്കളും തളിരുകളും ഒക്കെ ചേർത്തിട്ടുള്ളതായ ആ വനമാല ചുറ്റുപാടും വണ്ടുകളും ഓടി നടക്കുന്നുണ്ട്. പുതിയ പൂവാ. അപ്പം ഇത് ശ്രീകോവിലിൻ്റെ ഉള്ളിലല്ലാന്ന് മനസ്സിലായി. മുമ്പേ തന്നെ അത് അങ്ങനെ വണ്ടുകളും ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലോലംബാം ലംബമാനാം ഉരസി തവ തവ തഥാ എന്നിട്ട് പറയാണ്, ഈ വലിയ മാലയുടെ പിൻഭാഗത്ത് ധാരാളം രത്നമാലകളും അതുപോലെ മറ്റുള്ള മാലകളുണ്ട് എന്ന് ഞാൻ ഭാവിക്കണോ. കാണാൻ നോക്കില്ലാത്തതേ ഈ വനമാലയുടെ വലിപ്പം കൊണ്ട്. ഈ സമയത്ത് ഇത്രയും കൊണ്ട് ഗുരുവായൂരപ്പന് ഭഗവാന് വളരെയധികം പ്രസാദം തോന്നിയപ്പോൾ സുഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി. അദ്ദേഹത്തിൽ അംഗരാഗങ്ങളുണ്ട്. അംഗരാഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കുങ്കുമം, അഖില്, കസ്തൂരി, ഗോരോചനം, ഹരിചന്ദനം. ഈ അഞ്ചെണ്ണം കൂടിയതാണ് അംഗരാഗം. സുഗന്ധമാണത്. അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത് എവിടുന്ന് ഒഴുകിയെന്ന് അറിയില്ല. അതാണ് ഭഗവാന്റെ പ്രത്യേകത. എവിടെയൊക്കെ ഭഗവാൻ വരുന്നുണ്ടോ അവിടെ സുഗന്ധം. ഇതൊക്കെ അനുഭവിച്ച ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പ്രത്യേകിച്ച് ആഞ്ഞം, അതുപോലെ മള്ളിയൂര്, ഇവർക്കൊക്കെ ഭഗവാന്റെ സാന്നിധ്യം നേരിട്ട് അറിയാൻ സാധിച്ചവരാ. അങ്കേ പഞ്ചാംഗരാഗൈ, പഞ്ചാംഗരാഗം ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഇതൊക്കെ 5 കാര്യം പറഞ്ഞില്ലേ. അതിൻ്റെ സുഗന്ധം അതിശയ വികസൽ സൗരഭ ആകൃഷ്ടലോകം. അതിൻ്റെ സൗരഭ്യം കൊണ്ട് ലോകത്തിനെ മുഴുവൻ ആകർഷിക്കുന്ന പോലെ അത് പുറത്തേക്ക് വന്നു. ഒറ്റരിപ്പാട് ഇങ്ങനെ. അപ്പം അനുജൻ ഭട്ടതിരിപ്പാട് ഇത് കാണുമ്പോൾ വിചാരിക്കുന്ന ഏട്ടൻ എന്താണ് ദീർഘനിശ്വാസവും ശ്വാസവും കിട്ടുന്നത് എന്ന് വെച്ചാൽ അനുജൻ ഭട്ടതിരിപ്പാടിന് അനുഭവപ്പെടുന്നില്ല. ഇദ്ദേഹത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ. സുഖം നല്ലോണം വലിച്ചു കയറ്റി നല്ല സുഗന്ധ വരുന്നത്. ആനന്ദിച്ചുകൊണ്ട് ലീന അനേകത്തിലോകീ വിദതി. എത്രയോ ലോകങ്ങളാണ് അത്ര ഭഗവാന്റെ കുക്ഷിയിലുള്ളത്, വയറ്റത്തിലുള്ളത്. അത്രയും ലോകങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുക്ഷിക്ക് താഴെ അല്ലെങ്കിൽ അരക്കെട്ട് വളരെ കൃശമാണ്. ഒരു തടിയില്ല, നല്ല ഒതുങ്ങിയ അരക്കെട്ട്. അതാണ് ഇവിടെ പറയുന്നത്. കൃശം ബിഭ്രതം മധ്യവല്ലിയും. അത് കഴിഞ്ഞിട്ട് നീല തൂണുമ്മേ ഒരു മഞ്ഞപ്പെട്ട് ചാർത്തിയ പോലെ ഒരുകിയ സ്വർണത്തിൻ്റെ നിറത്തിലുള്ളതായ മഞ്ഞപ്പെട്ടും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പന് മഞ്ഞപ്പെട്ട് വാങ്ങാൻ പോകുമ്പോൾ ഏത് നിറം വേണം ചോദിച്ചാൽ സ്വർണം ഒരുക്കിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് അദ്ദേഹം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ രാധയുടെ നിറം അതാണ്. രാധയുടെ നിറം സ്വർണ്ണ നിറം. അതുകൊണ്ട് അതേ ശ്രീകൃഷ്ണൻ മഞ്ഞപ്പെട്ട് കൊടുക്കുന്നത്. അതൊന്ന്. പിന്നെ ഭൂമിയുടെ നിറവും മഞ്ഞയാണ്. ആ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആ ഭൗതികമായിട്ടുള്ളതായ ഒരു ചെറിയ അംശം കൂടി പറയുന്നുണ്ട്. പക്ഷേ രാധയാണെന്ന് വെച്ചാലോ എല്ലാ സമയത്തും നീല വസ്ത്രമായിട്ട് കൊടുക്കുള്ളൂ. ആരെ ഓർത്തിട്ട്? ഭഗവാൻ. അതാണ് ഈ മഞ്ഞപ്പെട്ടിന് ഇത്രയും പ്രാധാന്യം കൃഷ്ണാവതാരത്തിൽ വരാൻ കാരണം എന്ന് പറയും. രാധയുടെ പ്രതീകമായിട്ടാണ് മഞ്ഞപ്പെട്ട്. അതും ഒരുക്കിയ സ്വർണം പോലെ. അതാണ് ശക്രാസ്മന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം നിധാനം. എന്നിട്ടോ ഭട്ടതിരിപ്പാട് കണ്ണടച്ച് പറയാണ്, ഇതൊക്കെ ധ്യാനിക്കാൻ പറ്റിയ കാര്യങ്ങളാ. ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണി രശന, കിങ്ങിണി രശന. ഇത് രണ്ടും ചാർത്തിയിട്ടുണ്ട്. ഒന്ന് അരഞ്ഞാണം, ഒന്ന് കിങ്ങിണി.
രചന എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം, കിങ്ങിണി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അരക്കെട്ടി ചാർത്തിയിട്ടുണ്ട്. ഭംഗിയായില്ലേ? ഈ സമയത്ത് അതിലെ ഏറ്റവും രസകരമായ സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണാവതാരത്തിൽ രാമാവതാരത്തിൽ രാമനെ ഏറ്റവും കൂടുതൽ സേവിച്ചത് ഹനുമാൻ ദേവനാണ്. അപ്പോൾ വായു പോകാൻ പറഞ്ഞിടത്തൊരു കൃഷ്ണാവതാരത്തിൽ ഹനുമാനോട്, നീ ആ പരിസരത്തൊന്നും വരണ്ട, കൃഷ്ണാവതാരത്തിൽ ഞാൻ തന്നെ ആരെ സേവിച്ചോളാം, അല്ലെ ഗുരുഭവന ഉപദേശം എന്നല്ലേ പറഞ്ഞേക്കണത്, കാറ്റിൻ്റെ സ്ഥലമാണത്, വായു സ്ഥാപിച്ചേക്കണത്. വായു പറഞ്ഞു, കൃഷ്ണാവതാരത്തിൽ നീ ആ ഭാഗത്തേക്ക് വരണ്ട, ഞാൻ സേവിച്ചോളാം. ആരെ? ശ്രീകൃഷ്ണനെ. അതുകൊണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് കാറ്റിങ്ങനെ വീശുന്നുണ്ട് ഗുരുവായൂരി. ഈ ഒരു സന്ദർഭത്തിൽ ഈ മഞ്ഞപ്പട്ട് കൊടുത്ത് നിൽക്കണം കണ്ടപ്പോൾ പെട്ടെന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് വായു ഭഗവാന്റെ അടുത്തേക്ക് വീശിയപ്പോൾ എന്തായി? ആ മുമ്പിലത്തെ പട്ട് സ്ഥാനം മാറിപ്പോയി. അപ്പം എല്ലാം കാണാറായി. അപ്പം ഗുരുവായൂരപ്പൻ വിചാരിച്ചു, പട്ടയപ്പാടിൻ്റെ കവി ഈ കണ്ടതൊക്കെ എഴുതി വയ്ക്കുമോ, ഇനി അടുത്ത തലമുറ ഇത് വായിക്കുമ്പോൾ മോശമാവുകയും ചെയ്യും. വേഗം തൃക്കൈയിൽ കൂടെ പട്ടെടുത്ത് തിരിച്ചിട്ടു ആ മൂടിയെന്നത്. അപ്പോൾ പട്ടയപ്പാട് പറയാം, എനിക്കറിയാം എന്താ മൂടിയെന്നുള്ളത്. ലക്ഷ്മി ദേവി പറയാത്തത്, ഇത്രയും ശ്ലോകം എഴുതിയിട്ട് എവിടെയെങ്കിലും എന്നെപ്പറ്റി പറഞ്ഞോ? പട്ടയപ്പാടിനറിയാമോ, ചെക്ക് എഴുതുന്നത് നാരായണനാണെങ്കിൽ ഒപ്പിടുന്നത് ഞാനാണ് ബാങ്കർ. അദ്ദേഹം എഴുതി വെച്ചാൽ ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്നെ ഓർക്കാതിരിക്കരുത്. അപ്പോൾ ഓർക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ ലക്ഷ്മി ഈ പട്ടെടുത്തിട്ടത്? ലക്ഷ്മിക്ക് വല്ലതും തോന്നണമെന്ന് വിചാരിച്ചിട്ടാണ്. ലക്ഷ്മിക്കും ലോകത്തിനും അത്രയും സുന്ദരനാ ഭഗവാൻ. അതുകൊണ്ടല്ലേ ആ പട്ടെടുത്ത് മൂടിയത് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി ചോദിച്ചു, ഇത്രയും വലിയ ശൃംഗാരം വേണോ? അപ്പോൾ പട്ടേൽ പറഞ്ഞു, അകത്തിരിക്കുന്ന ആൾ ശൃംഗാരിയാണ്. ആര്? ഗുരുവായൂരപ്പൻ. എല്ലാവരും ശൃംഗാരികളാണ്, ഇരിക്കുന്നവരൊക്കെ ശൃംഗാരികളാണ്. എപ്പോഴാണ് ശൃംഗാരം വരികയെന്നറിയില്ല മാത്രം. കാരണം രസരാജനാണ് ശൃംഗാരം. നവരസങ്ങളിലെ രസരാജൻ ആരാന്ന് ചോദിച്ചാൽ ശൃംഗാരമാണ്. ശൃംഗമായ രസത്തിൻ്റെ ശൃംഗത്തിൽ പോകുന്ന ആൾ, ഏറ്റവും ഉയർന്ന രസം ശൃംഗാരമാണ്. അത്രയും ഊരു ചാരു തപോരു ഘനമസൃജോ ചിത്തചോരോ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവം അനിശമുഖോ പീതചേല ആവൃതങ്കോ. അപ്പോൾ മഞ്ഞപ്പെട്ട് മൂടി ലോകത്തിനും ശോഭിപ്പിക്കേണ്ട, ലക്ഷ്മിക്കും തോന്നണ്ട എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് നാണായി ഇത് കേട്ടപ്പോൾ. ഏതായാലും പിന്നെ പറഞ്ഞു, അവിടുന്ന് ആ മുട്ടുകാല് തൊട്ട് ആ കളങ്കാല് വരെയുള്ളതായ വളർച്ച വളരെ അലൈൻഡ് ഗ്രോത്താണ്, ഭംഗിയുള്ള വളർച്ച. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആനമ്രാണം പുരസ്താൻ അസംതൃത സമസ്താർത്ഥ പാളീ സമുദ്ഗച്ഛായം. പറയുന്നത് അവിടുത്തെ മുട്ടുകാല് കണ്ടാൽ എല്ലാം മുട്ടും തീർക്കുന്ന ഒന്നാണ് മുട്ടുകാല്, അല്ലേ? എത്ര സുന്ദരത്ര കാണാനായിട്ട്. ആ അലൈൻഡ് ഗ്രോത്താണ്. ആനമ്രാണം, നമസ്കരിക്കുന്നവർക്ക് വേണ്ട അഭിഷ്ടങ്ങളെ കൊടുക്കാൻ എടുത്തു വെച്ച ചെപ്പ് പോലെയുണ്ട് അത്രേ ഭഗവാന്റെ രണ്ട് മുട്ടുകൾ. എത്ര സുന്ദരനാ മുട്ടുകൾ. അത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനിതാ നിശ്ചയവേ അവിടുത്തെ മുട്ടുകളിൽ അനങ്കാലിനീൻ നമസ്കരിക്കണോ. ജാനുദ്വയഞ്ച ക്രമബുധുല മനോജ്ഞേജ ജംഘേ നിശ്ചയവേ. അപ്പോഴാണ് പട്ടരപ്പാടിൻ്റെ ചെവിയിൽ ശബ്ദം കേൾക്കണു, ജിലും ജിലും ജിലും. ഒന്നും കൂടി ശ്രദ്ധിച്ചപ്പോൾ ജിലും ജിലും എന്നല്ല പറയണത്. ഈ പാദത്തിനെ ആശ്രയിച്ചോളൂ, ഈ പാദത്തിനെ ആശ്രയിച്ചോളൂ, ഈ പാദത്തിനെ ആശ്രയിച്ചോളൂ എന്നത്രേ ശബ്ദം വരുന്നത്. അതാരാണ്? ഭഗവാന്റെ പാദസ്വരം പാർവതി ദേവിയാണ്. ആ പാർവതി പറയാണ്, നമ്മളോട് പറയാണ്, ഈ പാദത്തിനെ ആശ്രയിച്ചോളൂ, നിങ്ങൾ രക്ഷപ്പെടും. മഞ്ചീരം മഞ്ജുനാഥൈ ഇവപദപചനം ശ്രേയ, ഇവപദപചനം ശ്രേയ, ഇവപദനം ശ്രേയ. ഈ പാദത്തിനെ ആശ്രയിക്കണം ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് ഇത് ആലബന്ധം. അങ്ങനെ ആ പദസ്വരം ശബ്ദം ഉണ്ടാക്കണു. പാദാഗ്രം, ആ ഭഗവാന്റെ പാദത്തിൻ്റെ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കുർമാവതാരം പോലെ നല്ല നല്ല പുറപടി രസമായിട്ട് കാണാനുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആശ്രയിക്കുന്നവരുടെ എല്ലാവരുടെയും ജനമന്ദര ഉദ്ധാരകൂർമ്മൻ. ഇങ്ങനത്തെ ജനങ്ങള് ഭ്രാന്തി മച്ചൻ. നമുക്കൊക്കെ കുറച്ചൊരു ഭ്രാന്ത് ഉണ്ടോ ഇല്ലയോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. തുറന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും കുറേശ്ശെ ഉണ്ട്.
അത് വല്ലാണ്ട് മനസ്സിലാകുമ്പോഴാണ് തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടെ കൊണ്ടുപോകുക. പണഭ്രാന്ത്, വസ്ത്രഭ്രാന്ത്, ഭക്ഷണഭ്രാന്ത്, ടി വി ഭ്രാന്ത്, മൊബൈൽ ഭ്രാന്ത്, ബന്ധുക്കളുടെ ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ട് കുറേശ്ശെ. അത് വലിയ ശല്യമില്ലാത്തതുകൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തിയേക്കുക അവിടെ. അതാണ് ഭ്രാന്തി മത്സൽ. ഭ്രാന്തി കുളിച്ച ജനങ്ങളാണ് എല്ലാവരും. ഏത് ഭ്രാന്താണെന്ന് അറിയില്ല എന്ന് മാത്രമേ ആലോചിച്ച് നോക്കിക്കോളൂ. എന്തൊരു ഭ്രമാണ് ഓരോന്നിനോട് അല്ലേ? വസ്ത്രത്തിനോട്, ഭക്ഷണത്തിനോട്, സ്വത്തിനോട്, സൗന്ദര്യത്തിനോട്, പ്രസിദ്ധിയോട്, എല്ലാത്തിനോടും അതിയായ അറ്റാച്ച്മെന്റ്. അത് ഭ്രാന്ത് തന്നെയാണത്. അതുകൊണ്ട് പറഞ്ഞു, അത്തരം ഭ്രാന്ത് പിടിച്ച എല്ലാവർക്കും ഉദ്ധരിക്കാനുള്ളതായ കുർമാവതാരം പോലെ ഇടത്തെ ഭഗവാന്റെ പുറവടികൾ. എന്നിട്ട് പറഞ്ഞു, അതിന്ന് വരുന്ന നഖത്തിൽ നിന്ന് വരുന്നതായ ആ പ്രകാശധാരകള് സന്താപധ്വന്തഹന്ത്രീ, ആരുടെ പ്രണതജനമന മന്ദര ആശ്രയിക്കുന്നവരുടെ സന്താപത്തിനെ എടുത്തു കളയുന്നതായ മന്ദരപർവ്വതം എന്നല്ലോ, മന്ദരോദ്ധാര കൂർമ്മം എന്നല്ലേ, സന്താപധ്വാന്തഹന്ത്രീം കതിം അനുകലയേ മംഗലാം അങ്കുലീനാം. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളെ എടുത്തു കളയുന്നതായ കൂർമാവതാരം പോലെയുള്ളതായ ആ രണ്ട് പാദങ്ങളും വളരെ, അതിലെ നഖങ്ങൾ പ്രകാശമുള്ളതാണ്. സന്താപധ്വന്തഹന്ത്രീം, സർവാൾക്കാരെയും സന്താപത്തിനെ എടുത്തു കളയുന്നതായ തതിം, ഈ വിരലുകളെ പറയാ അനുകലയെ, കലയല്ല അനുകലയെ, തുടർച്ചയായിട്ട് ഞാനിത് ഓർത്തുകൊണ്ടേയിരിക്കും. മംഗലാം അങ്കുലീനാം. ഇവിടെ എന്തായി? വടേപാടിപ്പോ ഭോഗിയല്ല, രോഗിയല്ല, യോഗിയായി. അതുകൊണ്ടാണ് ദർശനം ഉണ്ടായി, യോഗം ഉണ്ടായി. അതുകൊണ്ട് ആദ്യം ഓർത്തത് തൻ്റെ കൂട്ടരെയാണ്. ആരെ? യോഗികളെ. അതിനടുത്ത ശ്ലോകം തുടങ്ങണം എങ്ങനെയാ? യോഗീന്ദ്രാണം ത്വതങ്കേഷു, ഭോഗീന്ദ്രാണല്ല, യോഗീന്ദ്രാണം ത്വതങ്കേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസു. യോഗികൾക്ക്, ശ്രീ സുബ്രഹ്മണ്യക്ക് പോലും ഭാഗവതം ഇത്ര ഇഷ്ടമായത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പറയുമ്പോൾ ബ്രഹ്മസ്വരൂപൻ അധികം. അപ്പൊ യോഗീന്ദ്രാണം ത്വതങ്കേഷു അധിക സുമധുരം മുക്തിഭാജാം, മുമുക്ഷുക്കള് എന്നും ആശ്രയിക്കുന്നത് ഈ ഭാഗത്തിനെയാണ്. പിന്നെ എന്നെ പോലെ നിങ്ങളെ പോലുള്ളതായ ഭക്തജനങ്ങള് പല ആഗ്രഹം കൊണ്ട് വന്നേക്കണത് ഓരോരുത്തരും. ഈ സമയത്ത് ഈ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്ന് കണ്ണടച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ഭക്താനാം കാമവശ ദ്യുതരു കിസലയം നാഥ. ദ്യുതരു എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം, കിസലയം എന്ന് പറഞ്ഞാൽ തളിര്. കൽപ്പവൃക്ഷത്തിന്റെ തളിര് പോലെയുള്ളതായ അവിടുത്തെ തൃപ്പാദങ്ങൾ, ആ തൃപ്പാദത്തിന്റെ അടി, കാലിന്റെ അടി, നാഥ തേ പാദമൂലം, കാലിന്റെ അടിഭാഗം. അപ്പോ എല്ലാവരുടെയും ദുഃഖത്തിന് എടുത്തു കളയേണ്ടതാണത്. സന്താപം ഭക്താനം കാമവശ. ഈ ഒരു സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.